സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശമാരുമായി വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നു. NHM സ്റ്റേറ്റ് മിഷനാണ് ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. നാളെ നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഇന്ന് 12:30 ഉച്ചയോടെ 12:30 NHM മിഷൻ ഓഫീസിലാണ് ചർച്ച നടക്കുക. ഡാൻ കുര്യൻ സമരപ്പന്തൽ നിന്ന് ചേർന്നു. ഡാൻ, ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? രണ്ടാമതാണ് NHM വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ചർച്ച ആ പ്രതീക്ഷ ഫലമൊന്നും ഉണ്ടാക്കിയില്ല. ഇത്തവണ ഏറെ പ്രതീക്ഷയോടുകൂടിയാണോ ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒരു ദിവസത്തേക്ക് പോലുമുള്ള ഭക്ഷണം പോലും കരുതാതെ വന്ന് നമ്മളെ 38 ദിവസം NHM ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് 12:30 ഈ ചർച്ച നടക്കുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയെ നോക്കിക്കാണുന്നതെന്നാണ് സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന എസ് മിനി എന്നോടൊപ്പം ചേരുന്നു. മിനി, എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയോടുകൂടിയാണ് ചർച്ചയെ നോക്കിക്കാണുന്നത്. കാരണം ഗവൺമെന്റ് ചർച്ച ചെയ്യണമല്ലോ, തീരുമാനം ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഓണറേറിയം 21,000 രൂപയാക്കാതെ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ലെന്നാണോ വ്യക്തമാക്കുന്നത്? അത് ഗവൺമെന്റ് ചർച്ച ചെയ്യട്ടെ, എത്ര തരാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അത് സമരസമിതി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ഇന്നിത് തീരാൻ സാധ്യതയുണ്ടോ? സമരം ഇന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ? അത് പറയാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഉത്തരം കയ്യിൽ കിട്ടണം. എന്ത് തീരുമാനമുണ്ടായാലും ഞങ്ങൾ അംഗീകരിക്കുന്ന തീരുമാനം ഉണ്ടായാൽ അതിന് ഉത്തരവ് രേഖാമൂലം കയ്യിൽ കിട്ടിയേ പോകുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഉത്തരവ് ലഭിച്ചിരുന്നു. അന്ന് വലിയ ആഹ്ലാദ പ്രകടനം ഉണ്ടായതാണ്. ഇന്ന് അതേ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം വളരെ വിദഗ്ധമായിട്ടാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഉത്തരവ്. ഓണറേറിയത്തിലായിരുന്നു മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നത്, അതെടുത്തു മാറ്റാൻ പറഞ്ഞു, അത് മാറ്റി. എന്നിട്ട് അത് ഇൻസെന്റീവിൽ കൊണ്ടുവയ്ക്കുകയും ഇൻസെന്റീവ് കുറഞ്ഞാൽ ഓണറേറിയം കുറയുന്ന പറഞ്ഞൊരു വിചിത്രമായൊരു സാധനം അതിനകത്ത് തിരികെ കയറ്റിയിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അതൊരു പ്രാഥമിക ഒരു പരിശോധനയിൽ അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. കാരണം എല്ലാ ആളുകൾക്കും അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു പ്രതികാര നടപടിയായിട്ടും ആളുകളുടെ അടിമകളായി നിന്നുകൊണ്ടാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ എന്നുള്ള സാഹചര്യം ഈ ഉത്തരവിനകത്തുണ്ട് എന്നുള്ളൊരു ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രസിഡന്റ് VK സദാനന്ദൻ സാറുണ്ട്, വൈസ് പ്രസിഡന്റ് ഞാനുണ്ട്, ഞങ്ങളുടെ ആശാ വർക്കർമാരുണ്ട്. 12:30 ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 12:30 ഈ ചർച്ച നടക്കുക. ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ അടക്കം അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് 12:30 ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള NHM മിഷൻ ആസ്ഥാനത്തേക്ക് ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ പോകാൻ തയ്യാറെടുക്കുന്നു. ഡാന്, മൂന്നാം ഘട്ട സമര പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നാളെ ഈ അനിശ്ചിതകാല നിരാഹാര സമരം അതിലേക്ക് പോലും കടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഈ സമരം നീണ്ടു പോകുമ്പോൾ ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മഴയും വെയിലും എല്ലാം കൊണ്ട് ഇത്രയും ദിവസം സമരത്തിൽ നിന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയുടെ വെളിച്ചം ഒക്കെയാണോ തോന്നുന്നത്? കശുവണ്ടി തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് അവർ ശുഭപ്രതീക്ഷയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാക്കുമ്പോഴും കഴിഞ്ഞ ദിവസം അടക്കം പുറത്തിറക്കിയ ഉത്തരവിൽ ഇങ്ങനെയുള്ള ചില ട്വിസ്റ്റുകൾ അവരെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടിയാണ് ആശമാർ പങ്കുവെക്കുന്നത്. എന്തായാലും അവർ നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ്. എത്രയും പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ചർച്ചയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ ഡിമാൻഡുകൾ, ആശമാരുടെ ഡിമാൻഡുകൾ ഞങ്ങളുടെ നേതാക്കന്മാർ NHMമായി ചർച്ച ചെയ്യും. അതിൽ നീതിയുക്തമായ നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്ന സർക്കാർ നടപടി മാത്രമല്ല, അത് ഉത്തരമായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അപ്പൊ ഇന്ന് സമരം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ? സമരം അവസാനിപ്പിച്ചാലും ഓർഡർ കയ്യിൽ കിട്ടിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അതുവരെ പ്രതിഷേധം തുടരും. തീർച്ചയായും ഞങ്ങൾ സർക്കാരിനെ മുമ്പ് വിശ്വസിച്ചതാണ്. 7,500 ഓണററി ആക്കിയെന്ന് ഒരിക്കലും ഇവർ പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് 7,500 കിട്ടിയില്ല, 7,000 കട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇവരുടെ വാക്കിൽ ഞങ്ങൾ പോവില്ല, ഉത്തരവായി കൈ തരണം. അപ്പൊ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നൊരു ആവശ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മുമ്പോട്ട് വെക്കുന്നത്? അല്ല, ഞങ്ങൾ 3 ഡിമാൻഡുകളാണ് പ്രധാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ 10 മാനദണ്ഡം മാറ്റാൻ പറഞ്ഞു. ആ മാനദണ്ഡത്തിൽ അവർ വെള്ളം ചേർത്തിരിക്കുകയാണ്. അത് ഫിക്സഡ് ഇൻസെന്റീവിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഇരട്ടത്താപ്പാണ്, അത് മാറ്റണം. പിന്നെ
62 വയസ്സാകുമ്പോൾ പിരിച്ചുവിടാനുള്ള ഉത്തരവ് അത് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, എടുത്തു മാറ്റിയിട്ടില്ല. അവരെ പറഞ്ഞു വിടണമെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുത്ത് പറഞ്ഞയക്കണം. അതായത് ഞങ്ങളൊരു 5 ലക്ഷം രൂപ തുക അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യം വെച്ചിട്ടുണ്ട്. ആ പിരിഞ്ഞു പോകുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപ കിട്ടിയിരിക്കണം ആനുകൂല്യമായിട്ട്. അത് പോരാഞ്ഞിട്ട് അപ്പൊ അവർക്കൊരു പെൻഷനും മാസാമാസം കൊടുക്കണം. ഈ ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. അപ്പൊ ഈ നാളത്തെ നിരാഹാരം അങ്ങനെ നടക്കുന്നുണ്ടോ? നിരാഹാര സമരം 3 പേർ തീർച്ചയായിട്ടും അത് ഇപ്പൊ ചർച്ചയ്ക്ക് പോയിട്ട് വന്ന് തീരുമാനം സർക്കാരിന്റെ എന്താണെന്ന് അറിഞ്ഞ ശേഷം നിരാഹാരത്തിനെ കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നാളെ 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആരംഭിക്കാനിരിക്കുന്ന നിരാഹാര സമരത്തിന്റെ കാര്യത്തിൽ അടക്കമൊരു തീരുമാനം കൈക്കൊള്ളുക. എന്നാലും ശുഭപ്രതീക്ഷയോടെ ആശാ വർക്കർമാർ 38ാം ദിവസം NHM ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഡാൻ കുര്യൻ ആണ് വിവരങ്ങൾ നൽകുന്നത്. സമരപ്പന്തലിൽ അതൊരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഡാന്, ഒരു തവണ ഈ ചർച്ച നടന്നു, പക്ഷെ അന്ന് ഇത് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് NHM കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇത്തവണ ഈ ഇൻസെന്റീവിലുള്ള അല്ലെങ്കിൽ ഉത്തരവിലുള്ള അപാകതകൾ കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ ചർച്ചയുടെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ അതൊരു നല്ല തുടക്കമാണ്, നല്ലൊരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. അങ്ങനെ കൂടിയായിരിക്കും കരുതുന്നുണ്ടാവുക സമരസമിതി, അല്ലേ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ലോകം മുഴുവനുമുള്ള സർക്കാരിന്റെ കൃത്യമായ ഒരു അറിവോടെ തന്നെയാണ് NHM ഡയറക്ടർ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നേരിട്ട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പകരം ഈ വിഷയങ്ങളിൽ ആശാ വർക്കർമാർ അവരുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നത് NHM തന്നെയാണ്. ആ NHMന്റെ ഡയറക്ടർ അവരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൂടിയായി നമുക്ക് കാണേണ്ടി വരും. അത് ഏത് തരത്തിലായിരിക്കും ഈ പ്രശ്ന പരിഹാരത്തിന് വഴി തെളിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു സന്ദേഹം ബാക്കിയാകുന്നത്. പക്ഷേ ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കണം. അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം. 62 വയസ്സിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ കൂടി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ ആശാ വർക്കർമാർ ഉറച്ചു നിൽക്കുന്നതാണ് സർക്കാരിന് ഒരു ഘട്ടത്തിൽ ഈ ചർച്ചകളുമായി മുമ്പോട്ട് പോകുന്നതിൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ NHM ഡയറക്ടറുമായി നടക്കുന്ന ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ആശാ വർക്കർമാരുടെ അസോസിയേഷൻ, ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത. അതിനവർ തയ്യാറായേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ 38ാം ദിവസത്തിലേക്ക് അനിശ്ചിതകാല സമരം കടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സമരസമിതി അല്ലെങ്കിൽ നാളെ ഇത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 3ാം ഘട്ട സമരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയേനെ. അത് ഈ നിരാഹാര സമരം അടക്കമുള്ള പ്രഖ്യാപനം പോലും ഉണ്ടായിരുന്നു. അത് ഏത് തരത്തിലൊക്കെ ആയിരുന്നു ആ 3ാം ഘട്ടത്തിൽ സമരം വിഭാവനം ചെയ്തിരുന്നത്? ഡാൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ നിരാഹാര സമരം, അതായത് സമരം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് സർക്കാരിനെ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നൊരു നീക്കം തന്നെയാണ് ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ 2 ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയ അതേ ദിവസം തന്നെ 3ാം ഘട്ടത്തിൽ 3 പേർ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഈ അനിശ്ചിതകാല സമരത്തിന്റെ തീവ്രത ഏറും അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കടക്കുകയാണ് എന്നവർ വ്യക്തമാക്കിയത്. എന്തായാലും ഇത്രയധികം കാര്യങ്ങൾ ഇങ്ങനെ NHMന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയതായോ നാളത്തെ നിരാഹാര സമരം വേണ്ടെന്ന് വെച്ചതായോ ഉള്ള ഒരു തരത്തിലുള്ള പരാമർശങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ആവശ്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതാണ് ആശമാർ മുമ്പോട്ട് വെക്കുന്ന നിലപാട്. അവിടെ ഏത് തരത്തിലായിരിക്കും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. ഏത് തരത്തിലായിരിക്കും ഈ ചർച്ച എന്നുള്ളത് കൂടിയാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഡാൻ കുര്യനാണ് സമരം